പ്രൈസ് ദി ലോർഡ്. ഈ സമയം ചിന്തയ്ക്കെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്ന് കർത്താവ് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഇവിടെ ഫിലദൽഫിയ സഭയോട് നിലവിലുള്ള ആത്മീക ജീവിതത്തിൽ യാതൊരു വിധമായ കുറവും വരുത്താതെ ആത്മീക ജീവിതത്തിൽ വർധന വരുത്തി കർത്താവിൻ്റെ വരവോളം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ പറയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആത്മീകമായിട്ട് വളർച്ച പ്രാപിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ബിരുദാരം തെറ്റിച്ച് കളയരുത്. നിങ്ങൾ തെറ്റിപ്പോകുവാൻ ഇടവരരുത്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കാത്തുകൊള്ളണം എന്ന് ഇവിടെ സഭയോട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. യേശു കർത്താവ് പറയുകയാണ്, അധർമ്മം പെരുകുകയാണ്, അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുവാനായിടയായിരുന്നു. ഇവിടെ നിന്റെ കിരീടമാരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം 29 മുതൽ അതിൻ്റെ 34 വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ, യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിംപ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. സ്തോത്രം. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, എൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റ് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 12-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുന്നത്, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. കണ്ണുനീരോടുകൂടെ അവൻ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ഏശാവ് ഒരൂണിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. ഉൽപ്പത്തി 25-25 ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു. ഹല്ലേലൂയ. അപ്പോൾ ചുവന്ന നിറമുള്ളവൻ ചുവന്ന പായസത്തിന് വേണ്ടി അനുഗ്രഹത്തെ നഷ്ടമാക്കി കളഞ്ഞു. അതായത് ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കി. ജ്യേഷ്ഠാവകാശത്തിൻ്റെ 1-2 പ്രത്യേകതകൾ: കുടുംബത്തിലെ ഇരട്ടി സ്വത്ത് മൂത്തവനാണ്, ജ്യേഷ്ഠനാണ്. കുടുംബത്തിൻ്റെ പേര് അവനാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. കുടുംബത്തിലെ പുരോഹിതൻ എന്ന ഒരു അനുഗ്രഹം, ഇതെല്ലാം ഏശാവ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഹല്ലേലൂയ. അതാണ് പ്രിയമുള്ളവരെ, ഫിലദൽഫിയോ സഭയോട് പറഞ്ഞ്, നിങ്ങളുടെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളണം. ഇവിടെ ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പഴയ നിയമത്തിലെ ഇസ്രയേലിലെ 1-ാമത്തെ രാജാവ് ശൗൽ, അഭിഷേകം പ്രാപിച്ചവൻ, നല്ല സൗന്ദര്യമുള്ളവൻ, ജനത്തിൽ ഉള്ള എല്ലാവരെക്കാളും പൊക്കമുള്ളവൻ, ഹല്ലേലൂയ, കുടുംബശ്രേഷ്ഠതയുള്ളവൻ. അവൻ്റെ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അമോന്യരെ തോൽപ്പിച്ചു കളഞ്ഞു, ഫെലിസ്ത്യരെ അവൻ പരാജയപ്പെടുത്തി കളഞ്ഞു. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ ജനത്തെ ആക്രമിച്ച അമാലേക്യരെ പൂർണ്ണമായി മനുഷ്യനെ മൃഗത്തെ നശിപ്പിക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ, ആമേൻ, എന്താ അവിടെ സംഭവിച്ചത്? അവൻ കൊഴുത്തതിനെയും അതേ തടിച്ച മൃഗങ്ങളെയും യാഗത്തിനെന്ന് പറഞ്ഞ് അവൻ അതിനെ കൊന്നില്ല. പ്രിയമുള്ളവരെ,
ഹല്ലേലൂയ. ശമൂവേൽ യാഗം കഴിക്കുവാൻ വരുന്നത് താമസിച്ചുകൊണ്ട് ശൗൽ യാഗം കഴിച്ചു. അവന് മൂന്നാമത്തെ ജീവിതത്തിലെ പരാജയമാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവൻ ചെയ്യുവാൻ പാടില്ലാത്തതിനെ ആമേൻ സ്തോത്രം ശൗൽ ചെയ്യുവാനായിടയായി തീർന്നു. അവൻ്റെ രാജത്വ പദവിയെ അവൻ നഷ്ടപ്പെടുത്തി കളയുവാനായിടയത്. എത്ര അനുഗ്രഹമാണ് ശൗലിനെ ദൈവം നൽകിയത്. അവനെ അഭിഷേകത്താൽ നിറച്ചു. അഭിഷേകത്താൽ അവനെ ദൈവം രാജാവായി നൽകി. സ്തോത്രം. ചില ജാതീയ ശക്തികളെ അവൻ പരാജയപ്പെടുത്തി കളയുവാനായിടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, ദൈവം പറഞ്ഞു, നീ അമാലേക്കരെ പൂർണ്ണമായി നിർമൂലമാക്കാൻ പറഞ്ഞപ്പോൾ അവൻ അതിനെ നിർമൂലമാക്കാതെ കൊഴുത്തതിനെ തടിച്ച മൃഗങ്ങളെ കൊണ്ടുവരികയാണ്. അവയുടെ ശബ്ദം ശമൂവേൽ കേട്ടപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആനാ 1 ശമൂവേൽ 22-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശൗൽ എന്തായിരുന്നത്? അവനോട് കൂടെ ദോവേഗ് എന്ന് പറയുന്നവനോട് പറഞ്ഞു, നീ ചെന്ന് പുരോഹിതന്മാരെ കൊല്ലുക. ഏദോമ്യനായ ദോവേഗ് ചെന്ന് പുരോഹിതന്മാരെ വെട്ടി പഞ്ഞുനൂൽ കൊണ്ടുള്ള ഏഫോദ് ധരിച്ച 85 പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരു ദാവീദിനെ കൊല്ലുവാൻ പല പ്രാവശ്യം അവൻ കുന്തം ചാടിപ്പാനായിടയായി തീർന്നു. എന്താണ് സംഭവിച്ചത്? പ്രിയ ദൈവമക്കളെ, 1 ശമൂവേൽ 31:4-5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണ് സ്വയം അവൻ ആത്മഹത്യ ചെയ്ത് മരിപ്പാനായിടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ നോക്കി, അവന് കൊടുത്ത ദൈവ അനുഗ്രഹത്തെ അവൻ സ്വമേധയായി നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലനായ യൂദ, യൂദ തൻ്റെ അപ്പോസ്തലം എന്ന പദവിയെ അവൻ സ്വമേധയാ നഷ്ടപ്പെടുത്തി കളയുവാനിടയായി തീർന്നു. ലൂക്കോസ് 6:16 ഇങ്ങനെ വായിക്കുന്നു: ദ്രോഹിയായി തീർന്ന ഇസ്കരിയോത്ത് യൂദ, ഹല്ലേലൂയ, അവന് യേശുവിനെ 30 വെള്ളിക്കാശിനെ ഒറ്റിക്കൊടുത്തവനാണ്. യേശു കർത്താവ് ജനിക്കുന്നതിന് ഏകദേശം 500-520 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ സഖറിയാവ് ഇങ്ങനെ പ്രവചിച്ചു: ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവിൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലിയായ 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. ഹല്ലേലൂയ. ആ യൂദയാണ് നമ്മുടെ കരുമനാഥനാകുന്ന മിശിഹ തമ്പുരാൻ തൻ്റെ കഷ്ടാനുഭവ സന്ദർഭത്തിൽ പ്രാരംഭമായിട്ട് യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഗെത്സമന തോട്ടത്തിൽ യൂദ വലിയൊരു പുരുഷാരത്തെ വശീകരിച്ച് 30 വെള്ളിക്കാശ് വാങ്ങി മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും ഒക്കെ അടുക്കൽ ചെന്ന് പറഞ്ഞ് അവർ വലിയൊരു പുരുഷാരത്ത് നൽകി. യൂദ വാളും വടികളുമായിട്ട് വന്നു യേശുവിനെ കാണിച്ചു കൊടുത്തു. അവസാനം യൂദായും എന്താ ചെയ്തത്? അവൻ തൂങ്ങി മരിക്കേണ്ട ഒരവസ്ഥ അവൻ ജീവിതത്തിലേക്ക് വന്നു. അവൻ്റെ അപ്പോസ്തലത്വത്തെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം ഒരു ഊണിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചുവന്ന പായസത്തിന് വേണ്ടി യേശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അവൻ നഷ്ടപ്പെടുത്തി. ശൗൽ തൻ്റെ രാജത്വ പദവിയെ അവൻ നഷ്ടപ്പെടുത്തുവാനായിടയായിത്തുന്നു. യൂദ തൻ്റെ അപ്പോസ്തല പദവി, ഹല്ലേലൂയ, അവൻ നഷ്ടപ്പെടുത്തി കളയുവാനായിടയായിത്തുന്നു. അതുകൊണ്ടൊക്കെയാണ് സ്തോത്രം ഇവിടെ എന്താ പറയുവാനായിടയായിത്തീർന്നത്? നിങ്ങൾക്കൂടെ കിരീടം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുവാനിടയാതെ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ആരാണ്? നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് തന്നിരിക്കുന്ന പദവിയെ, നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയെ ഒന്നും നാം നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്
കൊരിന്തിലെ സഭയോട് പറയുന്നത്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ നീ വീഴാതിരിപ്പാൻ നീ നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ലോകം നിങ്ങൾക്ക് അനുകൂലമല്ല, ലോകം പ്രതികൂലമാണ്. അധർമ്മങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നുന്ന സഹോദര സഹോദരി, നീ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന് കൊരിന്തിലെ സഭയോട്, വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്. ആകയാൽ ഇവിടെ ഫിലദൽഫിയ സഭയോട് കർത്താവ് പറയുന്നത്, നിന്റെ കിരീടമാരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠവും മനോഹരമായ പദവിയെ, ദൈവമക്കൾ എന്നുള്ള പദവിയെ, പ്രിയ മക്കൾ എന്നുള്ള പദവിയെ നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം നാം അതിനെ പരിപാവനമായി സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, ഈ നിമിഷത്തിൽ കർത്താവെ, ഈ അതേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ പദവിയെ, ശുശ്രൂഷകളെ നഷ്ടപ്പെടുത്താതെ വണ്ണം അവരെ തന്നെ സൂക്ഷിച്ചുകൊണ്ട്, തന്നെത്താൻ സൂക്ഷിച്ചുകൊണ്ട്, പിശാചിന് ഇടം കൊടുക്കാതെ, പിശാച് തന്ത്രങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് സ്തോത്രം ഓരോരുത്തരും ജീവിക്കുവാൻ കരുണാസമ്പന്നനായ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും, കൃപയിൽ സൂക്ഷിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.